സൊസൈറ്റിയിൽ ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് മയക്കുമരുന്ന്. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയാൻ എന്താണ് മാർഗം എന്ന് വെച്ചാൽ ഇത് വിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും വിൽക്കുന്നതായി നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉപയോഗിക്കുന്നവർക്ക് അതൊരു അഡിക്ഷനാണ്. ഈ ക്യൂരിയോസിറ്റിക്ക് ഇത് ഉപയോഗിച്ച് പെട്ടുപോയ ഒരാളും അയാളെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു അപ്പനും ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനൊക്കെ സ്വന്തം കുടുംബം നോക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സമൂഹത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ കുടുംബം വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ കുടുംബം നോക്കുന്ന ഒരു വ്യക്തി അത്യാവശ്യം സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആവത്തില്ല. അപ്പോൾ രണ്ടും കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. ഏതായാലും ഞാൻ അയാളെ ന്യായീകരിക്കുന്നതല്ല, ബട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വിഷയം. കേൾക്കാം. നമുക്കിപ്പം VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പമുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ശിവജി ഇന്നലെ പൂവാർ പോലീസിന്റെ പിടിയിലായിരുന്നു. MDMAയുമായാണ് ശിവജി പിടിയിലായത്. വളരെ കുറച്ചാണ് അളവുണ്ടായിരുന്നെങ്കിലും ജാമ്യത്തിൽ വിട്ടുവെങ്കിലും ഈ വിഷയം ഇന്നലെ വിഷ്ണുപുരം ചന്ദ്രശേഖരന് ഇന്നെങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ നമുക്കൊരു കൗതുകമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ മകനെയാണ് രാസലഹരിയുമായി പിടികൂടിയിരുന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കണ്ടു. ഒരു രീതിയിലും മകനെ ചന്ദ്രശേഖരൻ ന്യായീകരിക്കുന്നില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നതാണ് ഏറെ പ്രത്യേകതയായി തോന്നിയത്. മാതൃകാപരമായിരുന്നു ആ നിലപാട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഞാൻ ആ കേസിന്റെ ഡീറ്റെയിലിനെ കുറിച്ച് ചോദിക്കുന്നില്ല. അത് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. ജാമ്യത്തിൽ മകൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ആ വഴിക്ക് നീങ്ങട്ടെ. പക്ഷേ ഇത്തരം കേസ് വരുമ്പോൾ സാധാരണ രക്ഷിതാക്കൾ മക്കളെ രക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മക്കളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരലാണ് കണ്ടത്. ആലപ്പുഴയിൽ നമ്മളൊരു സംഭവം കണ്ടു. പോലീസിനെയോ എക്സൈസിനെയോ ഒക്കെ കുറ്റം പറഞ്ഞു, എന്റെ മകൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞുമാണ് രംഗത്ത് വരുന്നത്. പക്ഷേ താങ്കൾ അങ്ങനെ ഒരു നിലപാടെടുത്തില്ല. അതെന്താണ് കാരണം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ? എൻ്റെ മകൻ എന്നുള്ളതല്ല, അത് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ്. അതിലെൻ്റെ മകനും കൂടി പെട്ടു എന്ന് മനസ്സിലാക്കി. ഒരു വൈകിപ്പോയി. പക്ഷേ കൂട്ടുകാരും ഇവരുടെ കൂട്ടുകാരെല്ലാം മക്കളുടെ കൂട്ടുകാരൊക്കെ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ ലഹരിയുമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മോനുമായിട്ട് സംസാരിച്ചു. 27 വയസ്സേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ 1 വർഷമായി. ഒരു LLM ഉള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു. ഞാനും തിരക്കിട്ട് ഓടുന്ന സമയത്ത് മകൻ്റെ കാര്യം എൻ്റെ വീഴ്ചയുണ്ട്, നേരെ ശ്രദ്ധിച്ചില്ല. അറിയാനുള്ള ഒരു മാർഗ്ഗമില്ലായിരുന്നു. ഇന്നലെ എൻ്റെ ഭാഗ്യമെന്ന് പറയാൻ 2 ദിവസത്തിന് മുമ്പേ പൂവാർ വെച്ച് പിടിച്ചു. ജാമ്യം ഇറങ്ങി വരികയും ചെയ്തു. അതിനുശേഷമാണ് ഞാനിത് അറിയുന്നത്. അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ വാർത്തയൊക്കെ വന്നപ്പോൾ പലരും പറഞ്ഞു ഇവൻ്റെ കൂട്ടുകെട്ടും അത്ര ശരിയല്ല. ഈ കൂട്ടുകാരുടെ പേരുകളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരും അത്ര ശരിയല്ല, എൻ്റെ മോനും ശരിയല്ല, പലരും. ഇന്ന് എൻ്റെ മോനുമായിട്ട് ഞാൻ സംസാരിച്ചു. അവൻ ഇത് പറഞ്ഞതനുസരിച്ച് ഒരുപാട് വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ജില്ലയ്ക്കകത്ത് ഒരുവിധം വിദ്യാർത്ഥികളായിട്ടുള്ള 10,000-ഓളം ആളുകൾ ഇത്തരത്തിൽ അടിമയെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ പേരുകൾ ഞാൻ കളക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു ഉയർന്ന പോലീസ് ഓഫീസർക്ക് ഞാൻ അത് കൈമാറും. എൻ്റെ മകൻ ഇന്ന് എൻ്റെ മുന്നിൽ പറഞ്ഞ കുറ്റസമ്മതം, ഇനി എൻ്റെ ജീവിതത്തിൽ 27 വയസ്സ് എനിക്കിനി ജീവിക്കാൻ, ഞാൻ ചെയ്തെല്ലാം തെറ്റാണ്, എൻ്റെ കൂട്ടുകാരൊക്കെ തെറ്റാണ്, ഞാനും തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞു. അച്ഛനെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. അവൻ പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ ഞാൻ അങ്ങേറ്റം വരെ അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം ആരംഭിക്കും. അല്ലാതെ അവൻ ചെയ്തത് തെറ്റ്, അവൻ്റെ കൂട്ടുകാരാണ് അവനെ ചതിച്ചു, അങ്ങനെ ഇപ്പോൾ എല്ലാവരും എന്നോട് പലരും വിളിച്ച് ചോദിക്കുന്നു പോലീസ് കുരുക്കിയതാണോ? ഇല്ല, എനിക്ക് ആ പോലീസുകാരെ അറിയില്ല പോവാറ്. അവർ ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് പോലീസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഇവൻ വലിയൊരു വിപത്തിലേക്ക് പോകുമായിരുന്നു. അത് ആ പോലീസിന് ഞാൻ നന്ദി പറയുകയാണ്. അവരുടെ ഡ്യൂട്ടി ചെയ്തു. പിന്നെ ചാനലുകൾ എല്ലാ ചാനലും MDMAക്കോ അല്ല ശിവജിക്കോ ഒന്നും അല്ല പ്രാധാന്യം. അതിൽ കണ്ടോ നല്ലവരുണ്ടായിരുന്നൊന്നും അല്ല. VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, VSDP നേതാവ് തന്നെയാണ് ഞാൻ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. എൻ്റെ ജീവിതത്തിൽ ലഹരി എന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെ ഞാൻ മാറ്റിയെടുത്ത് എത്രയോ കുടുംബക്കാർ മക്കളെ എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അച്ഛന് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു വീഴ്ച വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ അവൻ തിരുത്താമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പൂർണ്ണമായിട്ട് ഞാൻ അവനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. അച്ഛനെന്നല്ല, എൻ്റെ മോനൊരു നല്ല കാര്യം ചെയ്താൽ എൻ്റെ മോനും, എൻ്റെ മോന് മോശം ചെയ്താൽ എൻ്റെ മോനല്ല എന്നുള്ളൊരു ചിന്താഗതിയല്ല. നമുക്ക് തൊട്ട് മുമ്പിൽ ആലപ്പുഴയിൽ ഒരു കേസുണ്ട്. അവിടെ ഇങ്ങനെ പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നീങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ടയാൾ MLA. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കുമ്പോഴാണ് താങ്കൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് മാതൃകാപരമാണ്. ഇതിനു മുമ്പ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, സിംഗിൾ പേരന്റ് ആണ്. എൻ്റെ മകൻ അങ്ങനെ ചെയ്തിട്ടില്ല, കൂടെ ഇരുന്ന കൂട്ടുകാരുടെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ മകൻ കൂടെ ഇരുന്നതേ ഉള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പാർട്ടിയല്ല ബേസ്, ആ വ്യക്തിയെ ഞാൻ അംഗീകരിക്കുന്നു കേട്ടോ. സൂപ്പറായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മൾക്ക് അവരോട് സ്നേഹമില്ല എന്ന് പറയുന്നത് കളവായിരിക്കും. നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന വേദനയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വഴി പിഴച്ചു പോകുന്നതും മിസ്റ്റേക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടുന്നതൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല. അപ്പം അങ്ങനെ ഉള്ളിടത്ത് മാതൃകാപരമായ ഒരു തീരുമാനമെടുത്ത പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ക്ലാപ്പ് ചെയ്യണം എന്ന് തോന്നി. മാത്രവുമല്ല, സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലമായി നിൽക്കുന്ന ഒരു സംഗതി MDMA ആണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്തവരെയൊക്കെ അത്യാവശ്യം ഈ ബിഗ് ബോസ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. MDMA പ്രൊമോട്ട് ചെയ്തു എന്നൊരൊറ്റ കാരണമാണ്, അവൾ വൈറലായ ഉടനെ അവളെ കൊണ്ടുവന്ന് ബിഗ് ബോസിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും കൗതുകത്തോട് കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ കഴിക്കുന്നതൊക്കെ ഒരു ഭയങ്കര പ്രിവിലേജ് ആയിട്ട് എടുക്കുന്ന ഒരു യങ് ജനറേഷൻ നമുക്കുണ്ട്. പിന്നെ
കഴിക്കാത്ത കുട്ടികളുടെ അടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറയും. ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കും, പിന്നെ ഇത് ചുമ്മാ വീണ്ടും ഒന്ന് കണ്ടിന്യൂ ചെയ്യും. ആളുകളെ മുമ്പിൽ ഇതാകുക. കള്ള് കുടിക്കുകയും സിഗരറ്റ് വലിക്കാത്ത ആണുങ്ങളോ എന്ന ഒരു ടേമുണ്ട്. പെൺകുട്ടികളും ഉണ്ട്, മോശമല്ല. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റിന് ഉപയോഗിക്കാം. കൂട്ടുകാർക്കൊപ്പം ഇരിക്കുമ്പോൾ ഒന്ന് ചുമ്മാ ഒരു സ്മോക്കൊക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. പക്ഷേ കണ്ടിന്യൂസ്ലി ഇതിനേക്ക് അഡിക്ഷനായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ആ ഫണ്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, വീട്ടിൽ നടത്തുന്ന ആക്രമണം, ഇനി വീട് വിട്ടിട്ട് അടുത്ത ആളുകളിലേക്ക് എത്തുക, ഇതൊക്കെ സോഷ്യൽ ഈവിളാണത്. ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മൾ നിസ്സംഗരായി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി പറ്റും. നമ്മുടെ മുൻപിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നും അല്ലാതായി തീരുന്നത് നമുക്ക് കാണേണ്ടി വരും. സോ വെരി ഈസി തെറ്റ് പറ്റിയാൽ ആ തെറ്റ് പറ്റിയതിനെ പറഞ്ഞ് വീണ്ടും ഇകഴ്ത്തി വീണ്ടും നശിപ്പിച്ച് അതിനേക്കാൾ ഉപരി ചിയറം, ചേഞ്ചസ് വിൽ ബി ഹാപ്പൻ, ശരിയാകും, തിരിച്ചു വരാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പുള്ളി ശ്രമിക്കുന്നത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അയാളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാതെ അവനൊരു തെറ്റു പറ്റി, അവൻ തിരുത്തും എന്ന് പറയാൻ ധൈര്യം കാണിച്ച ആ രാഷ്ട്രീയ നേതാവിനെ സമ്മതിക്കാതെ പാടില്ല. ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ടി വിക്കും ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് എന്താണെന്നറിയാമോ, സാധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എടുത്ത് വെച്ച് അങ്ങ് ഒട്ടുക്കും. MLA മകൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ലൊരു മെസ്സേജാണ് പുള്ളി സൊസൈറ്റിക്ക് കൊടുത്തത്. നമ്മുടെ കുഞ്ഞുങ്ങളിലും ഇതുപോലുള്ള അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പതറാതിരിക്കുക, ചേഞ്ച് ചെയ്യുക. ഡീഅഡിക്ഷൻ സെൻറ്റൻസ് ഉണ്ട്, അത്രയും കൊണ്ടുപോയില്ലെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കൗൺസിലിംഗ് ചെയ്യാൻ നടത്തുക. ശരിക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. കൂടെ നിൽക്കുക. നമ്മളുടെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവാണ് ഇത് വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വീട് ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് അവരുടെ കുറ്റമല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാനാണ് പാർട്ട്നേഴ്സ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ പാർട്ട്ണർ അത് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് തന്നെ ഹാപ്പൻ ആകും. ഏതായാലും കൂട്ടുകാരന്മാരെ ഒന്നും കുറ്റപ്പെടുത്താതെ സ്വന്തം മകനെ തന്നെ കുറ്റപ്പെടുത്തുകയും അവൻ്റെ കൂട്ടുകാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേര് വിവരങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുമെന്ന് പറയുന്നിടത്ത് അതൊരു വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. അവൻ്റെ കൂട്ടുകാരെ ഒന്നും അയാൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് റിവെഞ്ച് അല്ല, അവരെ തിരുത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയാണ്. അതൊരു വലിയ മെസ്സേജായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി ഇതിനോട് ആഡ് ചെയ്ത് പറയാൻ എനിക്കുണ്ട്. നമുക്കിടയിലുള്ള അധിക ആഡംബര പ്രിയരായ കുറേ മനുഷ്യരുണ്ട്. അനാവശ്യമായ, ഇപ്പം പുറത്തുനിന്നേ ഫുഡ് കഴിക്കുള്ളൂ, കുറച്ച് ഹാഷ് പുഷ് ലൈഫ്, തെണ്ടി നടക്കൽ, ഇതൊക്കെ ഒരു ജീവിത ശൈലിയാക്കി വെച്ചിരിക്കുന്ന കുറേ അധികം പേരുടെ അവർക്ക് ഈ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിറ്റിട്ടാണ്. അതിനകത്തൊന്നും അവർക്ക് ഒരു കുറ്റബോധവും ഉണ്ടാകാറില്ല. അത്തരക്കാരെയും ഫൈൻഡ് ഔട്ട് ചെയ്യുക, കയ്യോടെ പിടിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു ക്ഷമയും ഇത്തരക്കാർക്ക് കൊടുക്കാനേ പാടില്ല. നമ്മുടെ ചുറ്റുവട്ടാരത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു സംഗതി നടക്കുന്നത് അവരുടെ കാര്യമില്ലേ, നമ്മൾ അതിനകത്ത് ഇടപെട്ട് നമുക്ക് അങ്ങനെ ചെയ്യരുത്. സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായിരിക്കുന്നവരിടത്ത് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി തന്നെ ഇത്തരം സോഷ്യൽ ഈവിൾസിനെതിരെ പ്രതികരിക്കാൻ ഓരോരുത്തരും തയ്യാറാണ്. അമ്മമാരോടാണ്. ഒരിക്കലും വീട്ടിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. മകനോ മകളോ ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ ഏറ്റവും ഈസിയായി സാധിക്കുന്ന അമ്മയ്ക്കാണ്. അമ്മയോളം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തി വേറെയില്ല. കണ്ടു കിട്ടിയാൽ പതറാതിരിക്കുക, കാം ഡൗൺ, സിറ്റ്, ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അത് അവർ അഗ്രസീവ് ആകും, അവർ വയലൻ്റ് ആകും, പെട്ടെന്ന് അവരെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കി കാമായി നമ്മളെ പ്രിപ്പയർ ചെയ്ത കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ വേദനിക്കാൻ ലോകത്താരെക്കാൾ ഉപരി നമുക്കായിരിക്കും. ആ വേദന താങ്ങാൻ തയ്യാറല്ലാത്തവർ ആ വേദന ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇതൊരു വലിയ മെസ്സേജാണ് അയാൾ കൊടുത്തിട്ടുള്ളത്. ഓരോ മാതാപിതാക്കളും ശരിക്കും പറഞ്ഞാൽ ഇതെടുത്ത് പ്രയോഗിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞിന് മയക്കുമരുന്ന് ദിവസോ അങ്ങനെയല്ല, അവനങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, നമ്മൾ കൂടെ നിന്ന് അത് ചേഞ്ച് ചെയ്യണം. അല്ല അവൻ മയക്കുമരുന്ന് അടിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ള പഴയ കാരണവർ തന്ത്രം അതെടുക്കരുത്. ഒരിക്കലും അങ്ങനെ അവോയ്ഡ് ചെയ്യരുത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. മിസ്റ്റേക്ക് കുട്ടികൾക്ക് സംഭവിച്ചാൽ കുഞ്ഞുങ്ങളെ തിരുത്തി കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു മിസ്റ്റേക്ക് ഒഴിച്ച് ബലാത്സംഗം അത് ഞാൻ അംഗീകരിക്കത്തില്ല. എൻ്റെ കുടുംബത്തിൽ അങ്ങനെയൊന്നും നടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുഞ്ഞ് വേണ്ടാന്ന് വയ്ക്കും. അതെൻ്റെ ഒരു രീതിയാണ്. എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് അത് മാത്രം ഞാൻ ഇവിടെ ചേർത്ത് പറയണു. ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ദാറ്റ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.